കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ച ആദ്യ മന്ത്രിസഭാ യോഗം ജൂൺ 15 മുതൽ നടപ്പിലാക്കും. മറ്റൊരു ഇന്ദിരാ ഗ്യാരണ്ടിയായ വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. ആശമാരുടെ ഓണറേറിയം 3000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഇതോടെ ഓണറേറിയം 12000 രൂപയായി. അങ്കണവാടി ജീവനക്കാർക്കും പാചക തൊഴിലാളികളുടെയും വേതനം 1000 രൂപ വീതം വർദ്ധിപ്പിച്ചു. സാമ്പത്തിക സ്ഥിതിയിൽ ധവളപത്രം ഇറക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജൂൺ 15 മുതൽ അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിക്കും. വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിലുണ്ടായിരുന്നു. അത് തീരുമാനമെടുത്തിട്ടുണ്ട്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. ആശാ വർക്കർമാരുടെ പന്തലിൽ പോയി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ സഹായങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങും. അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുക. 9000 രൂപയാണ് ഇപ്പോൾ ഉള്ളത്. അത് 12000 രൂപയാവും. ഇപ്പോൾ അംഗൻവാടി ജീവനക്കാരുടെ വർക്കർമാർ, ഹെൽപ്പർമാർ, അവരുടെ വലിയ തുകയെന്നുള്ള 1000 രൂപ അവരുടെ വരുമാനത്തിൽ വർദ്ധിപ്പിക്കും. പിന്നെ സംസ്ഥാനത്തെ പാചക തൊഴിലാളികളുടെ വേതനം വളരെ മോശമാണ്. അവർക്കും അതുപോലെ തന്നെ 1000 രൂപ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് സാധാരണക്കാരുടെ മീതെ എത്രയാണ് കൂടുന്നത് എന്നെല്ലാം ഒന്നൊരു പരിശോധിച്ചിട്ട് ഒരു തീരുമാനം അടുത്ത ക്യാബിനറ്റിലോ അല്ലെങ്കിൽ വേറൊരു ഉണ്ടാവും. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം ഇറക്കും. സൈഫ് സൈനലബ്ദീൻ കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സൈഫ, UDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ ഏറ്റവും മികച്ച വാഗ്ദാനം കൂടിയായിരുന്നു, ജനപ്രിയ വാഗ്ദാനം കൂടിയായിരുന്നു KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നത്. അത് കേരളം ഒന്നടങ്കം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. സ്ത്രീകൾക്കിടയിൽ അതിന് വലിയ രീതിയിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നു. ആ ഒരു പ്രഖ്യാപനത്തിന് മുകളിൽ ഓൾ കേരള ടൂർ വരെ പ്ലാൻ ചെയ്ത് വെച്ചവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെയുള്ള ഏറ്റവും സന്തോഷകരമായ പ്രഖ്യാപനം തന്നെയാണ് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ വരുന്നത്. ജൂൺ 15 മുതൽ KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്ന ആ വാഗ്ദാനം നടപ്പിൽ വരുത്തും. അത് ഏത് രീതിയിലെന്ന് വിശദീകരിച്ചിട്ടില്ല. അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. അത്തരത്തിലൊരു യാത്ര നടപ്പിലാകില്ല. KSRTC കട്ടപ്പുറത്തായി പോകും, പൂട്ടിക്കെട്ടിപ്പോകും, അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല V.D. സതീശനെ എന്ന് വെല്ലുവിളിച്ചവർക്കൊക്കെയുള്ളൊരു മറുപടി. അതെ, ആദ്യം എനിക്ക് വിനീഷ പറഞ്ഞതിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ ഓൾ കേരള ടൂർ പ്ലാൻ ചെയ്തതിൽ വിനീഷ ഉണ്ടോ എന്നുള്ളത് അവസാനം പറഞ്ഞാൽ മതി. എന്തായാലും അങ്ങനെ ഓൾ കേരള ടൂർ പ്ലാൻ ചെയ്ത ആൾക്കാരുണ്ടാവാം. സ്വാഭാവികമായിട്ട് അവർക്ക് സൗജന്യമായി യാത്ര ചെയ്യുമ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാർ, പൈസ കൊടുത്ത് ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് ഒരു കുടുംബാസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന പൈസ ഉണ്ടാകും. പിന്നെ ഈ പറഞ്ഞ പോലെ സൗജന്യമായി യാത്ര ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ അതിന് ഉപയോഗിക്കുക, സമയം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുക എന്ന് വിചാരിച്ച ആൾക്കാർ ഒക്കെ ഉണ്ടാകും. അത് ജൂൺ 15 മുതൽ അതിനകത്ത് എങ്ങനെയൊക്കെയാണ് അത് നടപ്പാക്കുക എന്ന കാര്യത്തിൽ ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷേ 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചതിൽ 2 ഗ്യാരണ്ടി അതിനകത്ത് ഉറപ്പ് നൽകിക്കൊണ്ട് ഇന്ന് അതിനകത്ത് തീരുമാനമെടുക്കുകയാണ് ആദ്യ മന്ത്രിസഭാ യോഗം ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്ത്രീകളുടെ സൗജന്യ യാത്ര. അതിൻ്റെ സാമ്പത്തിക ബാധ്യത എങ്ങനെയാണ്? ഇപ്പോൾ വിനീഷ അവസാനം ഈ പറഞ്ഞതിൻ്റെ അവസാനം വിനീഷ സൂചിപ്പിച്ചപ്പോൾ തന്നെ അത് നടപ്പാക്കാൻ കഴിയുമ്പോൾ അത് സാമ്പത്തിക ബാധ്യതയിലേക്ക് എത്തിച്ചേരില്ലേ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾ പ്രസക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇത് സൗജന്യ യാത്ര നടപ്പാക്കുമ്പോൾ ഇത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ അതിൻ്റെ പണം KSRTCക്ക് സംസ്ഥാന സർക്കാർ നൽകുമോ? അങ്ങനെയെങ്കിൽ കഴിഞ്ഞ സർക്കാരുകൾ നൽകിക്കൊണ്ടിരുന്ന ആ സഹായത്തെക്കാൾ കൂടുതൽ അവർക്ക് നൽകേണ്ടി വരില്ലേ? ആ കാര്യമൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് മുഖ്യമന്ത്രി പോകാതിരുന്നത്. അദ്ദേഹം അത് വിശദമായി തന്നെ പിന്നീട് പറയാം എന്ന് പറഞ്ഞു. ഇനി പ്രത്യേക ബസ് ആണോ ഇവർക്ക് വേണ്ടി അനുവദിക്കുന്നത്, സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയ്ക്ക് പ്രത്യേക ബസ്സാണോ, അതോ എല്ലാ ബസ്സുകളിലും കയറി യാത്ര ചെയ്യാമോ? ആ വിശദാംശങ്ങൾ അടക്കം പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ അത് നടപ്പാക്കാൻ വേണ്ടി ആദ്യ മന്ത്രിസഭാ യോഗം തന്നെ തീരുമാനമെടുക്കുമ്പോൾ അവർ പ്രഖ്യാപിച്ചതിൽ നിന്ന് അവർ പിന്നോട്ടില്ല. അത് നടപ്പാക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നു എന്ന് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ജനകീയ പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി തന്നെ നമ്മൾ അതിനെ കണക്കാക്കണം. കാരണം 53% സ്ത്രീകൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലും UDFന് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തത് എന്ന് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം ആദ്യ മന്ത്രിസഭാ യോഗം തന്നെ എടുക്കുകയാണ്. പിന്നീടുള്ളത് വയോജന വകുപ്പാണ്. വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളം മുൻനിരയിലാണ്, പിൻനിരയിലാണെന്ന് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും കൂടുതൽ കരുതൽ വയോജനങ്ങൾക്ക് നൽകണം എന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് വയോജന വകുപ്പ് പ്രഖ്യാപിക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ട് അതും നടപ്പാക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നീടുള്ളത് കേരളത്തിൽ ആകെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട സമരം
സമരമാണ് ആശാസമരം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാസമരം അത് കേന്ദ്ര സർക്കാരാണ് അതിനകത്ത് സാമ്പത്തിക സഹായങ്ങൾ പ്രഖ്യാപിക്കേണ്ടത്. ഓണറേറിയം അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്ന് കഴിഞ്ഞ സർക്കാർ പറഞ്ഞപ്പോൾ വി ഡി സതീശൻ അടക്കമുള്ളവർ വേദിയിൽ വന്ന് സർക്കാരിനെതിരായ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അന്ന് വി ഡി സതീശൻ തന്നെ സമരവേദിയിൽ തന്നെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ പോലെ തന്നെ വി ഡി സതീശൻ ആ വേദിയിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നു ഈ ആദ്യ ക്യാബിനറ്റിൽ തന്നെ അതിൻ്റെ തീരുമാനമുണ്ടാകുമെന്ന്. നിലവിലെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും 3000 രൂപ അതിനകത്ത് വർധനവുണ്ടാവുകയാണ്. 21,000 രൂപയാണ് ആശാമാർ വേതനമായി ആവശ്യപ്പെടുന്നത്. അത് 9,000 നിലവിലുള്ളത്. 2,000 രൂപ നേരത്തെ വർദ്ധിപ്പിച്ചിരുന്നു. LDF സർക്കാർ തന്നെ വർദ്ധിപ്പിച്ചിരുന്നു. ഇപ്പോൾ 3,000 കൂടി വർദ്ധിപ്പിച്ചത് 12,000 എത്തിച്ചേരുകയാണ്. സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ട് പിന്നീട് അത് വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് അവരെ സംബന്ധിച്ച് ആശാ വർക്കർമാരെ സംബന്ധിച്ച് വലിയ അനുകൂലമായിട്ടുള്ളൊരു നിലപാട് തന്നെയാണ്. പിന്നീടുള്ളത് പാചക തൊഴിലാളികൾക്ക് 1000 രൂപ വർദ്ധിപ്പിക്കുന്നു. അംഗനവാടി ജീവനക്കാർക്ക്, അംഗനവാടി തൊഴിലാളികൾക്ക് അവർക്ക് 1000 രൂപ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുന്നു. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനകീയ പ്രഖ്യാപനങ്ങൾ, അത് ഏത് സർക്കാർ വന്നാലും ജനകീയ പ്രഖ്യാപനങ്ങൾ ആദ്യം ഉണ്ടാകും. ഇത് UDF സർക്കാർ വന്നപ്പോൾ ആദ്യം ജനകീയ പ്രഖ്യാപനങ്ങളിലേക്ക് പോവുകയാണ്. പൂച്ചപറ്റി കിടക്കുന്ന ട്രഷറി ഖജനാവ് എന്നാണ് വി ഡി സതീശൻ നിയമസഭയിലടക്കം പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പൂച്ചപറ്റി കിടക്കുന്ന ഖജനാവിൽ നിന്ന് എന്ത് മാന്ത്രികതയാണ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അതിനെ മറികടക്കാൻ വേണ്ടി ചെയ്യുക? ഇത്രയും പണം കണ്ടെത്തേണ്ടി വരും. കാരണം ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കണമെങ്കിൽ അത്രയും പണം ഓരോ മാസവും കണ്ടെത്തേണ്ടി വരും. അതിനെന്ത് തന്ത്രമാണ് വി ഡി സതീശൻ കണ്ടെത്താൻ പോകുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമായി നിലനിൽക്കുന്നു. അത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. വിനിഷ.